Hi dears, അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുൾ കേക്ക് അല്ല ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് പേസ്ട്രീസ് അങ്ങനെ റെഡിയാക്കാനാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് 1 kg മെഷർമെൻറ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഫുള്ളായിട്ടുള്ളൊരു കേക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്താൽ 1 kg എബവ് വരുന്നൊരു കേക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പേസ്ട്രീസ് ഒക്കെ റെഡിയാക്കാനായിട്ട് സ്ക്വയർ മോൾഡാണ് ബെറ്റർ. അപ്പോൾ നമ്മളൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ടിട്ട് വയ്ക്കാം. പിന്നീട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുക്കുക. ഒരു കപ്പ് മൈദ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ബാക്കി മൈദ ഫില്ല് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് നമ്മൾ കൊക്കോ പൗഡറാണ് 1/4 കപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ബൗളിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് ബട്ടർ മിൽക്ക് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ 1 കപ്പ് മൈദയ്ക്ക് 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ ഇത്ര ഒഴിച്ച് എഗ്ഗ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഇതുപോലെ ഈ ഒരു കളറിലാവുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/4 കപ്പ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ഒഴിച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. സ്ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നിടം വരെ ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ബാച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററെല്ലാം താന്നു പോകും. അപ്പോൾ നമ്മൾ ഫ്ലോർ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ബീറ്റർ യൂസ് ചെയ്യാതിരിക്കുക. ഇതുപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു 7 ഇഞ്ചിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഓവനിലല്ല, നമ്മളൊരു സ്റ്റൗ ടോപ്പിലാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ബിരിയാണി പോട്ട് നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് 10 മിനിറ്റ് മുന്നേ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാൻ വച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളിത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും നമുക്കൊന്ന് കയറ്റി വയ്ക്കാം. ഇനി ഒരു 45 മിനിറ്റ്സ് കഴിയാണ്ട് നമ്മൾ ഒരിക്കലും ഓപ്പൺ ചെയ്ത് നോക്കരുത്. നമുക്ക് ഇതിലേക്ക് വേണ്ട ഗനാഷ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒഴിച്ചു കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൗളും വിസ്കും നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2-3 ഡ്രോപ്സ് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫ് ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബീറ്റായി കഴിയുമ്പോൾ ബീറ്റായി എന്നറിയാനായിട്ട് നമ്മുടെ ബ്ലേഡ് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ടാവും. ഇതുപോലെ നല്ല സ്റ്റിഫ് ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗനാഷ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗനാഷ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഗനാഷാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്നല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓവർ ബീറ്റ് ആയിപ്പോയാൽ നമ്മുടെ ക്രീം പിരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ 1-2 ടീസ്പൂൺ നമ്മൾ ബീറ്റ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ക്രീം ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് തിരിച്ചെടുക്കാം.
പിന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിലും ഇടയിലൊക്കെ കൊടുക്കാനുള്ള ഫില്ലിങ് ഗനാഷ് നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചോക്ലേറ്റ് പ്ലസ് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ക്വയർ എടുത്തിട്ട് കേക്കിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്ക്വയർ ഇവിടെ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മൾ സാധാരണ എല്ലാ കേക്ക്സിലും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ലെയർ വയ്ക്കുന്നു. ഷുഗർ സിറപ്പ് ഇട്ട് നമ്മളിതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ക്രീമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 1 kg വരുന്നൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഇവിടെ 2ആയിട്ട് കട്ട് ചെയ്ത് പേസ്ട്രി സ്ലൈസസ് നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗനാഷ് സ്പ്രെഡ് ചെയ്ത് നട്ട്സും കുറച്ച് ചോക്ലേറ്റ്സും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗനാഷ് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നട്ട്സും ചോക്ലേറ്റ്സും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മളിവിടെ ഈ കേക്കിനെ 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കേക്കിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ വലിയൊരു നൈഫ് എടുത്തിട്ട് കേക്കിൻ്റെ നേരെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കേക്ക് വേറൊരു ബോർഡിലേക്ക് മാറ്റാം. അതിനുശേഷം മാത്രം നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ക്രം കോട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താലും പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മളിത് വേറൊരു കേക്ക് ബോർഡിലേക്ക് മാറ്റാണ്. പിന്നീട് നമ്മളിത് ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂറൊന്ന് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്ത കേക്കാണിത്. അപ്പോൾ നമ്മളിന്ന് 2 ടൈപ്പ് ഫ്രോസ്റ്റിംഗ് ഇവിടെ 2 ടൈപ്പ് ഡിസൈൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർ നോസിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ കേക്ക് ആണെങ്കിൽ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്താൽ നല്ലൊരു ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു കേക്ക് നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സൈഡ്സിലൊന്നും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് കേക്കിൻ്റെ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ സെക്കൻഡ് പീസും നമ്മളിതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡ്സും ഒന്ന് നീറ്റായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്രേപ്പർ സിക്സാക്കിൻ്റെ ഒരു സ്ക്രേപ്പർ വെച്ചതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ ഈ ഒരു കേക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഡിസൈൻസ് എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം കുറച്ച് നട്ട്സും കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിലും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചെരിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്ത അതേ സെയിം ഗനാഷ് നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ഇത് 2 പീസ് ആക്കാതെ ഒറ്റ കേക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെയിം ഡിസൈൻസ് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിതിൻ്റെ സൈഡ്സിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസസ് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 കേക്കും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുള്ള 2 കേക്ക്സാണിത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ പേസ്ട്രി സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരേ അളവിൽ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതുപോലെ വലിയൊരു നൈഫ് എടുത്തതിന് ശേഷം കേക്ക് നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം. അപ്പോൾ നൈഫ് എടുത്തിട്ട് നമ്മൾ എല്ലാ കേക്കും ഒരേ അളവിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സിംഗിൾ പീസിന് നമ്മൾ ഇതിന് ചോക്ലേറ്റ് ട്രിഫിൾ കേക്ക് പീസസിന് വരുന്ന റേറ്റ് 60 to 70 rupees വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ പേസ്ട്രി സ്ലൈസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഡിസൈൻസും ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ കാണാനും നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ കമൻസിൽ അറിയിക്കണം. പിന്നെ 1 kg ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ ഇനിയും വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് കേക്ക്സിൻ്റെ വീഡിയോസായിട്ട് നമ്മളിനി നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നതാണ്. അതുവരേക്കും ബൈ.